തായ്ലൻഡിലാണ് ഉള്ളത്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡിലെ വാക്കിംഗ് സ്ട്രീറ്റിലാണ് ഉള്ളത്. ഇവിടെ പിന്നെ എന്തും ചെയ്യാലോ. ഒന്നിനും ആരും ചോദിക്കുകയില്ല, പറയുകയില്ല. ഓരോരുത്തരെല്ലാം അടിച്ച് കിളിപാറിയിട്ടായിട്ടുള്ളത്. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഒരു പണിയുമില്ലാണ്ട് ഞാനിങ്ങനെ ഒരു സൈഡിലൂടെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ സേഫിങ്സ് ഇന്റർനാഷണലിന്റെ കൂടിയാണല്ലോ ഞാനിവിടെ ടൂറിന് വന്നിട്ടുള്ളത്. രാവിലെ മൊത്തം ഇവരുടെ ഐറ്റിനറി പ്രകാരമായിരിക്കും പ്രോഗ്രാംസ്. അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രാത്രി ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് കൂടിയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വന്നത്. അതായത് തായ് സ്പെഷ്യലായിട്ടുള്ള ഫുഡെല്ലാം, സ്ട്രീറ്റ് ഫുഡെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ തായ്ലൻഡുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട നൂഡിൽസുകളിൽ ഒന്നായ ടോം യം നൂഡിൽസ് ആണ് ആദ്യം ഞാൻ ഏതോ ഒരു തട്ടുകടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓർഡർ ചെയ്ത് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് ലൈവായിട്ട് സാധനം നമ്മുടെ മുമ്പിൽ തന്നെ ചൂടോടെ ഉണ്ടാക്കി തന്നെ. അങ്ങനെ ആ ടോം യം നൂഡിൽസിൻ്റെ ബൗളുമായിട്ട് ഞാൻ നേരെ ഒരു ടേബിളിൻ്റെ അടുത്ത് അവിടെ പോയി ഇരുന്നിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കടിക്കാനും കഴിക്കാനും പിടിക്കാനുമായിട്ട് ബീൻസും പിന്നെ 2-3 ലീവ്സും എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെ ടോം യമ്മിൻ്റെ കൂടെ കിട്ടിയ ലെറ്റ്യൂസും പിന്നെ അതിൻ്റെ അകത്തുണ്ടായ മീറ്റ് ബോൾസും ചിക്കനും നൂഡിൽസും പിന്നെ ആ സോസും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനത് അങ്ങോട്ട് കഴിച്ച്. ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന നൂഡിൽസുമായിട്ട് കമ്പയറേ ചെയ്യേണ്ട. ഇത് പ്രോപ്പർ ഓത്തൻറ്റിക് തായ് ഫുഡാണ്. എന്നിട്ട് പിന്നെ അത് കഴിച്ച് എൻ്റെ തായ് ഭാഗത്ത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ആ തട്ടുകടയിൽ കൊടുത്തിട്ട് പതുക്കെ ഇറങ്ങി കേട്ടാ. ഞാൻ വീഡിയോയിൽ എടുക്കുന്നുണ്ടായിട്ട് ഒരു പുള്ളിക്കാരൻ എന്നോട് കുറച്ച് നേരം വന്നിട്ട് സംസാരിച്ചിന് എവിടെ നിന്നാണെന്നെല്ലാം ചോദിച്ചിട്ട്. ഞാൻ ഇന്ത്യൻ ആണെന്നെല്ലാം പറഞ്ഞാലും പുള്ളിക്കാർ പറഞ്ഞു ഓ ഇന്ത്യൻ എന്നാ, എനിക്ക് ഒരു പ്രാവശ്യം ഇന്ത്യയിൽ വരണം എന്നെല്ലാം ഉണ്ടെന്ന് ഇങ്ങനെ തള്ളുന്നുണ്ട്. പിന്നെ കുറേ മസാജ് പാർലറിൻ്റെ ഇടയിലൂടെയെല്ലാം ഞാൻ നടന്നിട്ട് നേരെ റൂമിൽ പോയി. 2 മണിയായി, രാത്രി 2 മണിയായി റൂം എത്താൻ. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഫോർഡ് റേഞ്ചർ നോക്കിയാൽ എന്ത് രസമല്ലേ കാണാൻ. ആ കളറും പൊളി അല്ലേ. ഇത് 7-Eleven എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ്. എൻ്റെ ഹോട്ടലിൻ്റെ റൂമിൽ ബ്രഷും ഇല്ല ടൂത്ത് പേസ്റ്റും ഇല്ല. അത് വാങ്ങണ്ടെങ്കിൽ 100 ബാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനേക്കാളും നല്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ 25 ബാത്തിന് ടൂത്ത് പേസ്റ്റും കിട്ടും ബ്രഷും കിട്ടും. എന്നിട്ട് അതെല്ലാം വാങ്ങി റൂമിൽ പോയി ബ്രഷെല്ലാം തേച്ച് താഴെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. നൂഡിൽസും കഴിച്ചിന്, ബ്രെഡും ഓംലേറ്റും പുഴുങ്ങിയ മുട്ടയും പിന്നെ കുറച്ച് റൈസും എല്ലാം ആയിട്ട് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിച്ചിന് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബുദ്ധ ടെമ്പിളിലോട്ടുള്ള യാത്രയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബുദ്ധൻ്റെ അമ്പലം കേട്ടോ. അവിടെ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് വേൾഡിലെ ഏറ്റവും വലിയ ജ്വല്ലറി സ്റ്റോർ എന്നറിയപ്പെടുന്ന ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ അകത്തേക്കാണ്. ഇതാണ് പോലും വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ജ്വല്ലറി. ഇത് ചിലപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ പോയ സ്ഥിതിക്ക് കുറേ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേറെ ചില കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടുന്ന് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ. ഇതാണ് തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അൽക്കസാർ ഷോ. പൊതുവേ ഇങ്ങനത്തെ സ്റ്റേജ് ഷോനോട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ബോറായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പരിപാടി കലക്കിനെ. ഇതൊന്നും പെണ്ണുങ്ങളല്ല, ലേഡി ബോയ് എന്ന് പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം അവരെ കാണാനും അവരെ കളികളും പരിപാടികളൊക്കെ. അത് കഴിഞ്ഞ് രാത്രി വീണ്ടും ഞാൻ ഇറങ്ങി തെണ്ടാനായിട്ട്. നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റും ഏകദേശം അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു അന്നേ ദിവസത്തെ രാത്രിയും എൻ്റെ ലക്ഷ്യം. സോംകരൻ ഫെസ്റ്റിവൽ, അതായത് തായ്ലൻഡുകാരുടെ ന്യൂ ഇയർ. അപ്പോൾ അതൊന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമ്മളെ മേത്തേക്ക് ആൾക്കാർ വെള്ളമൊഴിക്കും. നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്കും വേണ്ടിക്ക് അങ്ങോട്ടേക്ക് വെള്ളമൊഴിക്കാം, അവരും ഒന്നും പറയില്ല. അതാണ് ഈ കളി. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്കെല്ലാം എന്ത് നാളെ പിരാന്തുണ്ടോന്ന്. പക്ഷേ ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ്, ഫുൾ ഓൺ വൈബാ പരിപാടി. അങ്ങനെ സോംകരൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച ഞാൻ നേരെ പോയതൊരു ഫ്രഷ് മാംഗോ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല കുഴൽ കിണറ പോലെ മറ്റേ നീളുണ്ടായിരുന്നു കേട്ടോ ഈ ഗ്ലാസ്സിന്. കുടിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. ഉഗ്രം ജ്യൂസ് തന്നെ. മധുരമൊന്നും ഇടാണ്ട് തന്നെ എന്തെന്നാ മധുരം എന്നറിയാം. നല്ല വാങ്ങിയല്ലേന്നു. അങ്ങനെ ആ ജ്യൂസെല്ലാം കുടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഈ തെരുവുകളിലൂടെ ഇങ്ങനെ ഫുഡെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. രാത്രി ഞാൻ നമ്മളെ സേഫിങ്സ് ഇന്റർനാഷണൽ, അതായത് നമ്മളെ ടൂർ ഓപ്പറേറ്റർ അറേഞ്ച് ചെയ്ത ഡിന്നർ കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അത് പിന്നെ ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്. ഞാൻ താമസിക്കുന്ന എൻ്റെ ഹോട്ടലിൻ്റെ അവിടുന്ന് ഈ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് ഏകദേശം 2.25 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരമുണ്ട്. അത് കംപ്ലീറ്റ്ലി നടന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് വിശക്കാനെല്ലാം തുടങ്ങിയിന്. അങ്ങനെ മാംഗോ ജ്യൂസ് കുടിച്ചതിന് ശേഷം അടുത്തൊരു തട്ടുകട കയറിയിട്ട് അവിടുന്ന് ചിക്കൻ്റെ ഒരു സോസേജും പിന്നെ സോസേജിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേറൊരു ഐറ്റം ഓർഡർ ചെയ്തു. സോസേജ് ഒരു കൊള്ളിയിൽ കുത്തിയിട്ട് ഒരു സോസിൽ മുക്കിയിട്ട് തരും. അതാണ് ഒരു ഐറ്റം. പിന്നെ ഇത് സോസേജ് ഫ്രൈ ചെയ്തത്. അത് കഴിച്ചുകൊണ്ട് വീണ്ടും വെള്ളം നനഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ റോട്ടുമ്പിലൂടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരു മൂപ്പര് സൈഡിലൊരു വണ്ടിപ്പീടിയെന്ന് നമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന ക്രെപ്പില്ലേ, ക്രെപ്പ്, ഏകദേശം ക്രെപ്പിനോട് സാമ്യം തോന്നിപ്പിക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ നേരെ അങ്ങോട്ട് കയറിയേ. അതാണ് ഈ കാണുന്ന ഐറ്റം. ഇത് തായ്ലൻഡുകാർക്ക് തായ് ബനാന റൊട്ടി അഥവാ
തായ് ബനാന പാൻ കേക്കാ. ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഹാഫാണ് ഞാൻ കഴിച്ചത്. മറ്റേ ഹാഫ് അവിടെ തന്നെയുള്ള ഒരാൾക്ക് കൊടുത്ത്. അധികം മധുരം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. സംഭവം ടേസ്റ്റ് തന്നെ കേട്ടോ. നല്ല ഇളം ചൂടെല്ലായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിന്. ഇയാൾക്കും ഇഷ്ടപ്പെട്ടിന്. പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല. നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗാണ്. സഫാരി വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് വലിയൊരു ഏരിയ. ഇവിടെയാണ് മറ്റേ കുരങ്ങൻ്റെ കുറേ കലാപരിപാടികൾ നടക്കുന്ന ആ സ്ഥലം. തായ്ലൻഡിൽ പോകുന്ന ഒരു വീഡിയോസിലെടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുരങ്ങൻ്റെ കുറച്ച് പരിപാടികളെല്ലാം ഉള്ള ആ സ്ഥലം. അപ്പോൾ അത് കണ്ട് പിന്നെ മീനിൻ്റെ ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു. ആ മീനിനെല്ലാം കണ്ടിട്ട് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയാൽ ഇതാണ് ബ്ലോസം റെസ്റ്റോറൻറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്റ്റൈലിലുള്ളൊരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. കംപ്ലീറ്റ്ലി പൂക്കളം, മേലെയും സൈഡിലും താഴെയും എല്ലാം പൂക്കൾ. ഇല്ല, താഴെയില്ല, മേലെയും സൈഡിലും എല്ലാം കംപ്ലീറ്റ്ലി പൂക്കൾ. ഇതൊരു തായ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മളെ സേഫിങ്സ് ഇൻ്റർനാഷണലിൻ്റെ കൂടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു തായ് ലഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഇന്ത്യൻ ഫുഡായിരുന്നല്ലോ. അങ്ങനെ റെസ്റ്റോറൻറ്റ് കയറി. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. ചില ഐറ്റംസ് എല്ലാം തീർന്ന പോലെയുണ്ട്. പാത്രമെല്ലാം കാലിയായിട്ട് കണ്ട. അനക്കാങ്കിൽ നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞൊരു 2:45 ആയിട്ടുണ്ടാവും. പിന്നെ അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ട് ഒരു പ്ലേറ്റും എടുത്ത് അത് ടിഷ്യൂവിനെ കൊണ്ട് നല്ലോണം തുടച്ചിട്ട് ഞാൻ പോയിട്ട് ആ ക്യൂവിലവിടെ നിന്നേ. കുറേ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ആദ്യം കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഒരു വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു സൂപ്പ് കുടിച്ചാൽ തുടങ്ങിയത്. പിന്നെ നേരെ മെയിൻ കോഴ്സിലേക്ക് കടന്നു. ഇതാണ് മെയിനായിട്ടുള്ള കോഴ്സ്. റൈസ്, ലേശം നൂഡിൽസ്, അതിൻ്റെ സൈഡിൽ സോട്ടഡ് വെജീസ്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫ്രൈഡ് ചിക്കനുണ്ട്. ആക്രാന്തം കൊണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ട കുറച്ച് വലിയ പീസ് തന്നെ എടുത്തിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടിരുന്നു. പക്ഷേ ഈ ഫ്രൈഡ് ചിക്കനും തീരെ ചൂടേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ച പോലെ ഉണ്ടായിരുന്നു ആ ഫ്രൈഡ് ചിക്കൻ. ഇത് ഇവിടുത്തെ പോർക്കാണ്. ഒരു രക്ഷയുണ്ടായിട്ടില്ല. ഞാൻ എടുത്ത ഐറ്റംസിൽ ഏറ്റവും ടേസ്റ്റുള്ള ഐറ്റം ഈ പോർക്കിൻ്റെ ഐറ്റമായിരുന്നു. പോർക്കിൻ്റെ ആ ഒരു കുറച്ച് സോസെല്ലാം റൈസിലേക്ക് ഒഴിച്ചിട്ട് പോർക്കിൻ്റെ ഒരു പീസും കൂടെ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ ഉക്കറാൻ ടേസ്റ്റായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ വീണ്ടും അടുത്ത പ്ലേറ്റുമായിട്ട് രംഗത്തോട്ടിറങ്ങി. ഇപ്രാവശ്യം കുറച്ച് റൈസ് എടുത്തിന്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വീണ്ടും ആ പോർക്കിൻ്റെ ഐറ്റം എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിർ ഫ്രൈഡ് ഫ്ലാറ്റ് റൈസ് നൂഡിൽസും എടുത്തിട്ടുണ്ട്. അത് കഴിച്ചതിന് ശേഷം മൂന്നാമത്തെ റൗണ്ടിൽ വീണ്ടും ഞാൻ അടുത്ത പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ആദ്യം എടുത്തിട്ടുള്ളത് നമ്മളെ ടോമിയം സൂപ്പ് ഇവിടുന്ന് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല പൈപ്പിംഗ് ഹോട്ട് ഐറ്റം. ബാക്കിയുള്ള ഒരു ഐറ്റത്തിനും ചൂട് ഉണ്ടായിരുന്നില്ലെങ്കിലും ഇനി നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ തായ്ലൻഡുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അരി ഭക്ഷണമായിട്ടുള്ള തായ് സ്റ്റിക്കി റൈസും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഐറ്റംസും നൂഡിൽസും എല്ലാം പിന്നെയും എടുത്തിട്ടുണ്ട്. വയറ് നല്ല ഫുള്ളാണ്. പക്ഷേ ഇതൊന്നും എപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പരമാവധി പറ്റുന്നത്ര കുത്തിക്കയറ്റാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു നൂഡിൽസും ആ സ്റ്റിർ ഫ്രൈഡ് ചിക്കനെല്ലാം ഉക്കറന്നേനു. നല്ല ഫ്ലേവറായിരുന്നു. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഈ സ്റ്റിക്കി റൈസ് എനിക്ക് അത്രയൊരു സെറ്റായിട്ടില്ല. ഞാനിത് അധികം കഴിക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. എനിക്ക് അത്ര ഒരു സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ കുറേ ഫ്രൂട്ട്സും കഴിച്ചു. അവസാനം ഒരു 3 റൗണ്ട് ഫ്രൂട്ട്സും കഴിച്ചിന്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാപ്പാലിനെ കൊണ്ടുണ്ടാക്കുന്നൊരു ഐസ്ക്രീം ഉണ്ട്, അതും കഴിച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ, സേഫിങ്സ് ഇൻ്റർനാഷണൽ എന്നെ ഇങ്ങനത്തെ ഒരു ട്രിപ്പിന് ഇൻവൈറ്റ് ചെയ്തതിൽ. അപ്പോൾ അടുത്തൊരു തായ്ലൻഡ് വീഡിയോയും കൂടെ വരാനുണ്ട്, അതിൽ കാണാം കേട്ടോ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പിന്നെ സേഫിങ്സ് ഇൻ്റർനാഷണൽ ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, എന്നാലും ഒരിക്കലും കൂടെ പറയാം. അടിപൊളിയായിട്ട് ഈ ട്രിപ്പ് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നേ.